നെറ്റ്ഫ്ലിക്സിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സീരീസുകളിൽ ഒന്നാണ് സ്ക്വിഡ് ഗെയിം സീസൺ 2. സീസൺ 1ന്റെ അത്രയും എത്തിയില്ലെങ്കിലും അത്യാവശ്യം നന്നായി തന്നെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ഇത്. ഇപ്പോ ഇതിന്റെ സീസൺ 3 2025 ജൂൺ 27 റിലീസ് ചെയ്യാൻ പോവുകയാണെന്ന് നെറ്റ്ഫ്ലിക്സ് ഒഫീഷ്യലായി അനൗൺസും ചെയ്തു. സംഭവം ഇതെന്താണെന്നാൽ സീസൺ 2നെ രണ്ടായി കട്ട് ചെയ്ത് വെവ്വേറെ ആക്കിയിട്ടാണ് സീസൺ 2ഉം സീസൺ 3യും ഇറക്കുന്നത്. സീസൺ 2ന്റെ ക്ലൈമാക്സിൽ ഫ്രണ്ട് മാൻ സംഗിഹുവിന്റെ ഫ്രണ്ടിനെ കൊന്നുകളഞ്ഞിട്ട് സംഗിഹുവിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ ഒരു മൊമെന്റിൽ ഫ്രണ്ട് മാന് വേണമെങ്കിൽ സംഗിഹുവിനെ കൊല്ലാമായിരുന്നു. എന്നാൽ സംഗിഹുവിനെ മെന്റലി തകർക്കാൻ വേണ്ടിയാണ് സംഗിഹുവിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ തന്റെ ഉറ്റ സുഹൃത്തിനെ കൊന്നുകളഞ്ഞത്. കൂടാതെ സീസൺ 2ന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഇവർ പുതിയ ഒരു ഗെയിമും കാണിച്ചിരുന്നു. പലർക്കും അത് എന്ത് ഗെയിമാണെന്ന് മനസ്സിലായിട്ടില്ല. സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഒരു പുതിയ ഗെയിമും വലിയ 2 ഡോളിനെയും കാണിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഇത് റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗെയിം തന്നെയാണ്. ഇതിൽ ഈ ഒരു ബൊമ്മയുടെ പേരാണ് യങ് ഹി. യങ് ഹിക്ക് ഒരു ബ്രദർ ഉണ്ട്, ചൊൽഫു. കൊറിയൻ ചിൽഡ്രൻസിന്റെ ഇടയിൽ ഇത് രണ്ടും വളരെ ഫേമസ് ആയ ഒരു ക്യാരക്ടറാണ്. ചില സ്റ്റോറീസിൽ ചൊൽഫു യങ് ഹിയുടെ ബ്രദർ ആണെന്നും ചില സ്റ്റോറീസിൽ ബോയ് ഫ്രണ്ട് ആണെന്നും പറയുന്നുണ്ട്. ഇതിൽ എങ്ങനെയാണ് ഇവരെ പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ഗെയിമിലും റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു ഗെയിം തന്നെയാണോ ഇവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്? അതായത് സീസൺ 2ന്റെ തുടക്കത്തിൽ ഇവർ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗെയിം കളിക്കുമ്പോൾ സംഗിഹു പറയുന്നത് കേട്ട് എല്ലാവരും ഓരോരുത്തരുടെ പിറകിൽ വരി വരിയായി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ പിറകിലായി ഓരോരുത്തർ നിൽക്കുമ്പോൾ ആ ബൊമ്മയ്ക്ക് പിറകിൽ നിൽക്കുന്ന ആളെ കാണാൻ കഴിയും. അപ്പോൾ പുറകിൽ നിൽക്കുന്ന ആൾ ഗെയിമിന്റെ റൂൾസ് തെറ്റിച്ചാലും അയാൾക്ക് മരിക്കാതെ രക്ഷപ്പെടാം. ഈ ഒരു ഐഡിയ മനസ്സിലാക്കിയ സ്ക്വിഡ് ഗെയിമിന്റെ ക്രിയേറ്റേഴ്സ് ഇനി ഒരുത്തനും ഇതുപോലെ ചെയ്ത് രക്ഷപ്പെടാതിരിക്കാൻ ഒരു ബൊമ്മയുടെ നേരെ ഓപ്പോസിറ്റ് മറ്റൊരു ബൊമ്മയെ വെച്ച് ഇത് പുതിയ രീതിയിലുള്ള റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗെയിം ആവാനും സാധ്യതയുണ്ട്. ഇനി മറ്റു ചിലർ പറയുന്നത് ഇത് ഡോങ് 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 ഹീഷ് എന്ന കൊറിയൻ ഗെയിം ആണെന്നാണ്. അതായത് മിക്കവരും കുട്ടിക്കാലത്ത് ലണ്ടൻ ബ്രിഡ്ജ് ഫോളിങ്സ് എന്നൊരു ഗെയിം കളിച്ചിട്ടുണ്ടാവും. 2 പേർ ഓപ്പോസിറ്റിൽ നിന്ന് കൈകോർത്ത് പിടിക്കും. എന്നിട്ട് കുറെ കുട്ടികൾ അവരുടെ ഇടയിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് ഒരാളെ ആ കൈക്കുള്ളിൽ ലോക്ക് ചെയ്ത് പിടിക്കും. ഇതിൽ നിന്നും ഇൻസ്പയർ ആയാണ് സ്ക്വിഡ് ഗെയിമിലെ ഈ ഒരു ഗെയിം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ വേറെ 2 ഗെയിമും കൂടി സീസൺ 3യിൽ ഉണ്ടാകും. അങ്ങനെ ആകെ മൊത്തം 3 ഗെയിം ആയിരിക്കും സീസൺ 3യിൽ ഉണ്ടാവുക. അതിൽ മങ്കി പോസ് എന്ന ഗെയിമും ഉണ്ടാവും. ഇതിൽ പ്ലേയേഴ്സ് കിടന്നുറങ്ങുന്ന റൂമിലെ ചുവരിൽ നോക്കിയാൽ കാണാം കുറെ പേർ തൂങ്ങിക്കിടന്ന് പോകുന്നതായിട്ടുള്ള ഒരു പെയിന്റിംഗ്. ഇത് ബേസ് ചെയ്ത് മങ്കി പോസ് ഗെയിമും ഇതിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഗെയിം ഉണ്ടെങ്കിൽ ഇതും ടീമായി കളിക്കുന്ന ഒരു ഗെയിം ആയിരിക്കും. കാരണം കഴിഞ്ഞ 2 സീസണിലും ടീമായി കളിക്കുന്ന ഗെയിമുകൾ ഉണ്ടായിരുന്നു. അതുപോലെ സീസൺ 3യിലും ടീമായി കളിക്കുന്ന ഗെയിം ഉറപ്പായും ഉണ്ടാവും. ഇതുപോലത്തെ ഒരു ഗെയിമിൽ 2 ക്യാരക്ടേഴ്സ് എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഒന്ന് ഈ പ്രഗ്നന്റ് ലേഡി, മറ്റൊന്ന് ഈ വയസ്സായ സ്ത്രീ. ഈ പ്രഗ്നന്റ് ലേഡിയോട് ഫ്രണ്ട് മാന് ചെറിയൊരു മനസ്സലിവുണ്ട്. കാരണം വേറൊന്നുമല്ല, ഫ്രണ്ട് മാന്റെ വൈഫും ഇതുപോലെ ഗർഭിണിയായിരിക്കുമ്പോഴാണ് മരണപ്പെട്ടത്. മേ ബി ഈ ലേഡിയെ ഫ്രണ്ട് മാൻ തന്നെ മരണത്തിൽ നിന്നും രക്ഷിക്കുന്നതായി കാണിച്ചേക്കാം. പിന്നെ ഈ വയസ്സായ സ്ത്രീയുടെയും മകന്റെയും ക്യാരക്ടറിൽ ഏതോ ഒരു ക്യാരക്ടർ ഇവരിൽ ഒരാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. സംഗിഹു ഇവിടേക്ക് തിരിച്ചു വന്നത് ഈ ഗെയിം മൊത്തമായി ഡിസ്ട്രോയ് ചെയ്യാനാണ്. എന്നാൽ സംഗിഹുവിന്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇപ്പോഴുള്ള ഫ്രണ്ട് മാൻ ഓൾറെഡി ഒരു സ്ക്വിഡ് ഗെയിം വിന്നർ ആയിരുന്നു. സംഗിഹുവും സ്ക്വിഡ് ഗെയിം വിന്നറാണ്. ചിലപ്പോ ഒരു ട്വിസ്റ്റ് അടിച്ച് സംഗിഹു ഫ്രണ്ട് മാൻ ആവാനും സാധ്യതയുണ്ട്. കാരണം സംഗിഹുവിന് ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല. തന്റെ അമ്മയും മകളും സുഹൃത്തും എല്ലാം സംഗിഹുവിന് നഷ്ടപ്പെട്ടു. അങ്ങനെ ആരോടും കമ്മിറ്റ്മെന്റ്സ് ഇല്ലാത്ത ഒരാൾക്ക് ഫ്രണ്ട് മാൻ ആവാൻ സാധിക്കൂ. സോ എന്തായാലും സീസൺ 3ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ മറക്കാതെ കമന്റ് ചെയ്യുക.